ഗൈസ് ബസൂക്ക കണ്ടിരിക്കുകയാണ്. മമ്മൂക്കേന്റെ അടുത്ത പടം ഡൊമിനിക്കൻ ലേഡീസ് ബസ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷമുള്ള സിനിമയാണ് ബസൂക്ക. ഇറ്റ്സ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് മലയാളത്തിൽ പറയാം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഡീനോ ഡെന്നിസ്. എടാ ഇത് നമ്മുടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ പഴയ മമ്മൂക്കേന്റെ പടം വരുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഡെന്നിസ് ജോസഫോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പുള്ളിക്കാരന്റെ മകനാണ് ഡീനോ ഡെന്നിസ്. അപ്പോൾ മച്ചാൻ ആദ്യം മറ്റേ സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് ആ ഒരു സംഭവത്തിൽ തന്നെ നിൽക്കാനായിരുന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിനക്ക് കഥ ഇത്രത്തോളം പറയാൻ നല്ല രീതിയിൽ പറയാനെങ്കിൽ നീ അങ്ങ് കയറി ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് പുള്ളി ഡയറക്റ്റ് ചെയ്തെന്നൊക്കെയാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ മമ്മൂക്ക ഷോ എന്ന് തന്നെ പറയണം. പക്ഷെ ഞാൻ ഒരിക്കലും ഗംഭീരം, കിഡിലോസ്കി, മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയൂല. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്ക് ടോട്ടലി ഒരു ആവറേജ് പടം എന്നുള്ള ഒരു ഗണത്തിലാണ് ഇതിനെ പെടുത്താൻ തോന്നിയത്. എന്നാൽ നല്ല നല്ല കുറെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്ക പുള്ളീൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു തുടക്കത്തിലെ ഫൈറ്റും ഞാൻ എപ്പോഴും പറയണ സാധനമാണ്. ഈ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സീൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആ ഒരു ടോപ്പിൽ എത്തിച്ചിട്ട് അവിടെ ഇട്ട് പൊട്ടിക്കണം. ആ ഒരു സംഭവം ഇതിലത്തെ തുടക്കത്തിലെ ഫസ്റ്റ് ഫൈറ്റ് സീൻ, ആ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. അത് കിടിലനായിട്ട് അവിടെ വർക്കായിട്ടുണ്ട്. ഇതാണ് ഒരു മാസ് മസാല പടത്തിന് വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ കണ്ടപ്പോൾ, ടർബോനൊക്കെ വെച്ചപ്പോൾ ഇത് ഫാർ ബെറ്റർ പടമുണ്ട്, അത് വേറെ കാര്യം. ടർബോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് അവിടെ വേണ്ടത് കഥയോ മറ്റേ കഥാപാത്രങ്ങളുടെ അഴിഞ്ഞാട്ടോ മറ്റേ ലവ് ട്രാക്കോ ഡാൻസോ പാട്ടോ അതൊന്നും അല്ല വേണ്ടത്. ഒരു മാസ് പടത്തിന് വേണ്ട സാധനം എന്താ? പുലിമുരുകൻ എന്താണ് സംഭവം? എന്താണ് പുലിമുരുകന്റെ കഥ? ഒന്നുമില്ല. അതിലെ ബീജവും ഫൈറ്റും ഓരോ സീൻസും, ആ ഒരു സീൻ നമുക്ക് തരുന്ന ഒരു കുറെ ഗൂസ്പം മൊമെന്റ്സും ആ ഒരു സംഭവങ്ങൾ മാത്രമാണ് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റ് വേണം അവിടെ. തല്ല് കൊള്ളാൻ നിൽക്കുന്നവരെ അവരോട് കൊറ ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. അവിടെയാണ് ഒരു മാസ് പടത്തിന്റെ വിജയം, അല്ലെങ്കിൽ ഒരു മാസ് സീൻ ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ എക്സിക്യൂഷന്റെ വിജയം. ആ ഒരു സംഭവം ഇതിന്റെ ഫസ്റ്റ് ഹാഫിലത്തെ ആ ഫസ്റ്റ് ഫൈറ്റ് സീക്വൻസ് മമ്മൂക്കേന്റെ മറ്റേ നടുറോട്ടിൽ ഹൈവേ കടന്നുള്ള ഇടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രെയിലർ ടീസറിൽ അവിടെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം വാസ് നൈസ്. പിന്നെ ജീവിയം ഗൗതം വാസുദേവ പടത്തിൽ ഉടൽനീളമുണ്ട്, കുഴപ്പമില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൊക്കെ എടുത്ത് പറയാനുണ്ട്. പിന്നെ ഹക്കീം ഷാ നമ്മുടെ ഏത് പടോടെ കുറെ പടത്തിലുണ്ട് മച്ചാൻ. എനിക്ക് എടുത്തു പറയാനായിട്ട് അങ്ങനെ പടം അറിഞ്ഞുകൂടേ, ഒന്നും പെട്ടെന്ന് വരുന്നില്ല. മച്ചാൻ സിനിമയിലുണ്ട്. പുള്ളി ഒരു ഗെയിമർ, ഒരു ഗെയിം ഡെവലപ്പർ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആ ഒരു രീതിയിലാണ് പുള്ളീന്റെ ക്യാരക്ടർ പോയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഗെയിംസിനൊക്കെ കുറിച്ച് തുടക്കത്തിൽ കുറെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളി പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എഴുതി ഒപ്പിച്ച് പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളി പഠിച്ചു പറഞ്ഞ കാര്യമാണെന്ന് നമുക്കവിടെ അത് ഉറപ്പായി നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഗെയിമൊന്നും കളിക്കൂലെങ്കിൽ ചില്ലറ PC-യിൽ ചില്ലറ ഗെയിമും ഫോണിൽ മറ്റേ BGMI ഒക്കെ കളിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ BGMIന്റെ ഒരു സാധനം കാര്യം കാണിച്ചിട്ടോ. പുള്ളിയാണെങ്കിൽ മറ്റെന്താണ് മറ്റേ RGB കൂളറും മറ്റേ മറ്റേ ജോയ്സ്റ്റിക് അല്ലല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, കൺട്രോളർ അല്ലേ ഫോണിലൊക്കെ വെച്ച് കളിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ച് പുള്ളി ഗെയിം കളിക്കുന്നുണ്ട്. ആ ഹക്കീം ഷാ എന്ന് പറഞ്ഞ വെച്ചാൽ പുള്ളി ഗെയിം കളിക്കുമ്പോഴത്തേക്കും സ്ക്രീനിൽ BGMI ഉണ്ട്, പക്ഷെ അത് സ്ക്രീൻ റെക്കോർഡർ ആണെന്നുള്ള കാര്യം കണ്ട ഏത് ചില്ലറ പയ്യന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാലും മനസ്സിലാവും. BGMI എന്ന് പറഞ്ഞ ഒരു കളി ഞാൻ അത്യാവശ്യം കളിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് ഭയങ്കര എവിഡന്റ് ആയിട്ട് തോന്നി. ഒരു എന്താ പറയാ, ഒരു പൊട്ടത്തരമായിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീക്വൻസിൽ ഒരു ചായക്കടയിൽ നിന്ന് ഒരു വച്ചാൻ കളിക്കുന്നത്, പിന്നെ ഈ വച്ചാനം കളിക്കുന്നതാണ്. 2 സ്ക്രീൻ റെക്കോർഡാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൈ ഒരിടത്തേക്കാണെങ്കിൽ മൂവ്മെന്റ് വേറൊരു സംഭവത്തേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം പുള്ളീന്റെ കഥാപാത്രത്തിന്റെ ആ ഒരു ഗെയിം സംഭവങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു. ഇത് ഡയറക്ടർ ഗെയിമറാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അതിന് മാത്രമുള്ള ഇംപ്ലിമെന്റേഷൻ പടത്തിൽ കുറെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് സീക്വൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മെഗാ ട്വിസ്റ്റ് റിവീലിംഗ് സംഭവങ്ങളൊക്കെ. ഇതിന് ഫുൾ ഗെയിം ആ ഒരു മോഡ് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു ഗെയിം ബേസ്ഡ് പടമായിട്ട് തന്നെയാണ് ഈ പടം ഇറക്കിയിരിക്കുന്നത്. പിന്നീട് ടെക്നിക്കലി പടം ബ്രില്യൻ്റ് ആണെന്ന് ഞാൻ പറയും. എഡിറ്റഡ് ബൈ നമ്മുടെ വിട്ടുപോയ നമ്മുടെ നിഷാദ് യൂസഫ്. പിന്നെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ബൈ മിഥുൻ മുകുന്ദൻ. മച്ചാനെ കിടിലം. ഇതിന്റെ DCP ഏതാട്ടെ വന്നത്? അറ്റ്മോസ് ഔട്ടാ വന്നത്. കിടിലൻ ഔട്ടായിരുന്നു. ഇന്ന് ഞാൻ വനിതാ സിനിപ്ലക്സ് സ്ക്രീൻ 3 കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് ആ ഒരു ജിഗ് നമുക്ക് ശരിക്കും
ഫീൽ ആവുന്നുണ്ടായിരുന്നു. മ്യൂസിക് വാസ് ടോട്ടലി ഹൈ. ചില സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും സീനും ഹൈ ആവും, മ്യൂസിക്കും ഹൈ ആവും. എന്നാൽ ചിലയിടത്തൊക്കെ സീൻസ് ഭയങ്കര ലോ ആയിട്ട്, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഗ്രിപ്പിംഗ്, ഒരു എന്റർടൈനിങ്, ഒരു എൻഗേജിങ് സംഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്റർവെൽ വാസ് എ മെസ്. ഇന്റർവെല്ലിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പടത്തിന്റെ ക്ലൈമാക്സ് വരേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം എനിക്ക് പറയാനുള്ളത്. ഇന്റർവെല്ലിൽ എന്തൊക്കെയോ ഒരുമാതിരി ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനെ പോലെ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ വരുന്നു, പോലീസുകാർ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, ഇതിന്റെ കുറെ വെടിയപ്പ് നടക്കുന്നു, ഇതിന്റെ ഇടയിൽ മമ്മൂക്ക നിൽക്കുന്നു, എന്താ സംഭവം ഒന്നും പിടിയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് എന്തൊരു ഇന്റർവെല്ലടേ, ഒരു പഞ്ചുണ്ട് എന്നാലും അത്ര ഒരു എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഇന്റർവെല് പോലെ എനിക്ക് തോന്നി. ബട്ട് ക്ലൈമാക്സ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ എന്താണെന്ന് റിവീലൊന്നും ചെയ്യുന്നില്ല. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ എഡിറ്റിങ്ങിൽ കുറെ എന്താ പറയാ, ഈ എന്തൊരു പറയാടെ, ഈ ട്രാൻസിഷൻ എലമെന്റ്സ് പോലത്തെ സംഭവങ്ങളും, പിന്നെ ഡി ഒ പി ചെയ്തത് നിമിഷ് രവി. DOP കിടിലനായിരുന്നു, പറയാതിരിക്കാൻ വേണ്ടി. ആ ഒരു കുറെ റിച്ച് ഫ്രെയിംസ് ആണ്. അത് ഞാൻ എടുത്തു പറയാനായിട്ട് എനിക്കങ്ങനെ ആ സീൻസ് പറഞ്ഞു വന്നാലേ ആ ഒരു സംഭവം കിട്ടുള്ളൂ. ബട്ട് എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും DOP വർക്ക് ആയാലും ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. സൗണ്ട് ഡിസൈൻ, ബാക്കിയുള്ള എല്ലാ കൊറിയോഗ്രാഫി കണ്ടന്റ്സുകളും അടിപൊളിയായിട്ട് തന്നെ അവര് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ എന്തരടേ, നമ്മുടെ ജോമോൻ ജോദർ, മീനാക്ഷി രവീന്ദ്രൻ, ഇവരൊക്കെ തുടക്കത്തിൽ കുറച്ച് നേരമുണ്ട് ചുമ്മാ കുറച്ച് ചളിയടിക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ ചിലയിടത്തൊക്കെ വർക്കാവുന്നുണ്ട്. പുള്ളീന്റെ നാച്ചുറലി വരുന്ന ജോമോൻ ജോദറിനൊക്കെ നാച്ചുറലി വരുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്കാവുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം ചിലയിടത്തൊക്കെ അയ്യേ എന്തിനായിരുന്നു വെച്ചിട്ട് പോടായി, ഇങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നീട് മമ്മൂക്കേന്റെ ഒരു ടൈറ്റിൽ കാർഡ് പോലത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. മമ്മൂക്ക എന്ന് വെച്ചാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ പണ്ട് കാലത്ത് കാണിച്ചിരിക്കുന്ന പോലെ മമ്മൂക്ക എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു സംഭവം ഈ പടത്തിലുണ്ട്. അത് ഇനിയിപ്പോ പറയാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലിയോ ഇൻസ്പയർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു മോഡിലുള്ള ഒരു സംഭവങ്ങളും പഴയ കുറെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഇവിടെ നിന്നല്ല കേട്ടോ. ആദ്യം തുടങ്ങുന്നത് നമ്മുടെ കാര്യസ്ഥല് ദിലീപറിന്റെ 100ാം ചിത്രം എന്ന് പറഞ്ഞ ഓരോ ഫേസ് മാറി വരുന്ന ആ സംഭവത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ലിയോ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ഹൈപ്പിലായി. ഗോട്ട് വന്നപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി വേറെ ലെവലിൽ അവരത് ചെയ്തു വെച്ചു. മമ്മൂക്കേന്റെ ഈ സാധനവും ആ ടൈറ്റിൽ കാർഡ് നൈസായിരുന്നു. അപ്പൊ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ, അത് പൊളിയായിരുന്നു. പിന്നീട് എന്താടേ, അതാണ്. അപ്പൊ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും പടം ഭയങ്കര വീക്കായ പോലെ എനിക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പോയി പറ്റും, പിന്നെ അത് ഡൗൺ ആയി. അത് എന്ത് പറ്റിയെന്നെങ്കിൽ എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതിലെനിക്ക് വലിയൊരു ക്ലാരിറ്റി തരാൻ പറ്റില്ല. എനിക്ക് കാര്യങ്ങളൊന്നും അത്ര പിടികിട്ടിയില്ല. പിന്നീട് വേറൊരു പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യമാണെങ്കിൽ ഗെയിമിനെ കുറെ എന്താ പറയുക നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ സിനിമയിൽ നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോഴും എന്താ പറയാ, അത് വെച്ച് അരി വാങ്ങിക്കാൻ പറ്റുമോടെ എന്ന് ചോദിക്കണ വീട്ടുകാരൊക്കെ ഉണ്ടാവും. കുറെയൊക്കെ മാറി നമ്മുടെ വലിയ മികച്ച യൂട്യൂബേഴ്സായ ഗെയിമിംഗ് യൂട്യൂബേഴ്സായ നമ്മുടെ കാസ്ട്രോ, ഈഗിള്, സായിപ്പ്, സൈക്കോ, ഇങ്ങനെയൊക്കെ കുറെ പേരുള്ളതുകൊണ്ട് കുറെ പേർക്കൊക്കെ ആ ഒരു ടെക്നിക്കൽ നോളജ് സംഭവങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും കുറെ പേർക്കൊന്നും ഇപ്പോഴും കാര്യം അറിയില്ലടേ. ഇതൊക്കെ നീയൊക്കെ വല്ല പണിക്ക് പോടെ എന്നൊക്കെ പറയണവരുണ്ട്. അവരുടെയൊക്കെ ഒരുമാതിരി എന്താ പറയാ തൊള്ളയിലടിക്കുന്ന രീതിയിൽ പുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഗെയിമൊക്കെ എത്രത്തോളം ഡെവലപ്ഡ് ആണ്, അങ്ങനത്തെ എത്രത്തോളം ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ട്, എത്ര പേര് അതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു സംഭവം ലാക്ക് ഓഫ് ഓഡിയൻസ് കുറവാണ്. ആ ഒരു സംഭവങ്ങളൊക്കെ പുള്ളി നല്ലോണം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഒരു ഗെയിം ലവറാണെന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. തേർഡ് ആക്ട് അതെന്താന്ന് പോലും ഞാൻ മിണ്ടുന്നില്ല. ബട്ട് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. തേർഡ് ആക്ട് വാസ് കിടിലം. അതായത് ക്ലൈമാക്സിലോട്ട് എത്തുന്ന ഒരു പോർഷൻ, അവിടെയും എനിക്കൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമാക്സ് പർട്ടിക്കുലർ സീനിന് മുമ്പ് വേറൊരു സീനുണ്ട്. അവിടെ ഒരു ചെറിയൊരു റിവീലിംഗ് പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. അവിടെ അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങോട്ടേക്കാണെന്നുള്ളത്. അത് ആ സംഭവം എന്ന് ഇത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ടൊരു സംഭവം കാണിക്കൂലേ. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ആ മൂച്ചിലെത്തിച്ചിട്ട് നല്ല പോളി എന്ന് പറഞ്ഞ് ഒറ്റ സെക്കൻഡിൽ അവർ ആ ഒരു ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെയാണ്. ഇത് ഒരിടത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാം. ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തു, എനിക്ക് അങ്ങനെ തോന്നി. സാറിന് എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാത്ത ഒരാളാണ് ക്ലൈമാക്സിനൊക്കെ കുറിച്ച്.
ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇനി എന്താണ് ക്ലൈമാക്സ് എന്നുള്ളത്. ബട്ട് എന്നാലും എൻ്റെ ഒരു എന്താ പറയുക ഒരു ആസ്വാദനത്തിന് അവിടെ ബാധിച്ചിട്ടില്ല. രഹസ്യം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യാണ്. ആ ഒരു അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അത്ര കണ്ടേ ഉള്ളൂ, കിട്ടില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബസൂക്കനെ കുറിച്ച് അത്രയാണ് എനിക്ക് ടോട്ടലി പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഒരു മോഡ് പടമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലയിടത്ത് അതെ, എന്നാൽ ചിലയിടത്ത് അല്ല. ഒരു ആവറേജ് ഓർ അബോ ആവറേജ് കൈൻഡ് ഓഫ് മൂവി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിലെ പോലീസ് സ്ക്വാഡ് എന്ന് പറഞ്ഞ് ഗൗതം മേനോനും വേറെ 3 പോലീസുകാരും ഒരു പെൺ പോലീസൊക്കെ വനിതാ പോലീസൊക്കെ ഉള്ള ഒരു സ്ക്വാഡുണ്ട് അവരുടെ. ഇവര് ഫിസിക്കലി ഭയങ്കര എന്താ പറയാ സെറ്റാണ്, പ്രൊഫഷണൽ ഫൈറ്റേഴ്സാണ്, എല്ലാ സംഭവവും ശരിയാണ്. പക്ഷെ ഒറ്റ ഒന്നിന് മൂളാന്ന് പറഞ്ഞ സാധനമില്ല. എന്തോന്നടയത്. അയ്യോ ചില സീന് ഒരു ഈ പോലീസായി തന്നെ ഒരു ഡ്രൈവർ സോൺ ഔട്ടൊക്കെ ആവട്ടെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. സോൺ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു കാര്യം കേട്ടില്ല, ലോസ് മൈൻഡ് ടിഫും ഇങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വെട്ടിക്കൂടെ, ആ ഒരു രീതിയിൽ പുള്ളി എത്തിയിട്ട് നിന്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കണമെന്ന് പറഞ്ഞിട്ട് കൊച്ചി കിടക്കണമാതിരി ഏതോ ഹൈ റേഞ്ചിൽ പോയി ചായ പിടിച്ചിട്ടിരിക്കും. സംഭവം അതാണ്. നമ്മൾ ലോജിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് വേണം പടം കാണാൻ. എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് കല്ലടിയാണ്, പറയാതിരിക്കാൻ വയ്യാത്. പിന്നീട് പറയാനാണ് കൊച്ചിന്റെ എന്താ പറയാ മുഖച്ഛായ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണിത് കൊച്ചി. പിന്നെ എന്താ പറയാ കുറെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമില്ല, അഡിഡാസ് അഭിഭാസ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന് എന്തിനിടെ നോർത്ത് ഇന്ത്യൻ ബാങ്ക്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരള മാസ്റ്റേഴ്സ്, മറ്റേ ISL IFL, ഇങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു എന്താ പറയാ ലീഗൽ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. എന്ന് വെച്ചാൽ കാശലവിന്റെ മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം. പിന്നെ കൊച്ചിയിലെ മോച്ചായൊക്കെ മാറ്റി നമ്മുടെ തോപ്പുംപടി മറ്റേ പാലില്ലടെ പഴയ പാലം പൂഴ്ത്തിയ പാലം, അതൊക്കെ എന്തായാലും ലണ്ടൻ ബ്രിഡ്ജാ, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്തായാലും വിഷുവൊക്കെയാണ്, എല്ലാവരും പോയി കാണും, ഉറപ്പാണ്. എല്ലാവരും 4 പടം ഉള്ളത് എല്ലാം കൂടി ഒരു ദിവസം ഇറക്കിയത് തൊലിഞ്ഞ പരിപാടിയായി പോയി, അത് പറയാതിരിക്കാൻ വയ്യ. 2 ഇപ്പോൾ 2 അടുത്ത ദിവസം, അങ്ങനെ പതുക്കെ ഇറക്കിയ പരിപാടി. എന്തിനിടെ ഇത്ര ഇത്? എന്നിട്ട് എല്ലാവരും കൂടി കിടന്ന് കുളയ്ക്കും. ആരും പടം കാണാൻ പോകണില്ല, എല്ലാവരും ആ പടം കണ്ടിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഈ പടം കണ്ടിട്ട് 4 ഒരുമിച്ച് ഇറക്കിയ ഒരു ഫാമിലിയൊക്കെ എങ്ങനെ അഫോർഡ് ചെയ്യും 4 പടം കാണാൻ? ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ജിംഖാന, ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളെയും നസ്ലിനെയും അങ്ങനെ കുറച്ച് ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയൊക്കെ അറിയാവുന്ന പയ്യന്മാരെ സെറ്റ്, പിള്ളേർ സെറ്റ് എന്തായാലും ആ പടം പോയി കണ്ടിരിക്കും. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടം. ബസൂക്ക മമ്മൂക്കാന്റെ പടമാണ്, ഫാമിലിയൊക്കെ പോകാന്ന് പറഞ്ഞ് ഫാമിലിനെ കൊണ്ടുകൊള്ളും. ഇത് പോരാഞ്ഞിട്ട് ഇനിയിപ്പോ അജിത്തിന്റെ പടം കാണണമെന്നുള്ള ഒരു എന്താ പറയാ പണ്ടോട്ടുള്ള തല ഫാൻസ് ഉണ്ടെങ്കിൽ അവന്മാർ ആ സെറ്റ് പടം കാണാൻ പോകും. ജനപ്രിയ നായകൻ ഇപ്പൊ തലയ്ക്ക് മുദ്ര വെച്ച് കൊടുക്കുന്ന ബേസിലിന്റെ പടം ഇറങ്ങുമ്പോഴത്തേക്കും ബേസിൽ നല്ല സ്റ്റാറാണ്, നമുക്ക് ഫാമിലി ആയിട്ട് പുള്ളിയുടെ പടം കാണാൻ പറഞ്ഞാൽ കുറെ പേര് അങ്ങനെ പോകും, പങ്കിട്ട് പോകൂടെ ഒരുമിച്ച് ഇറങ്ങി കഴിയുമ്പോ. ഇതാണ് പറയുന്നത്. ഒരു 2 പടമൊക്കെ ആണെങ്കിൽ എല്ലാവരും കാണും പതുക്കെ. എല്ലാ 4 പടമൊക്കെ ഒരുമിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും സംഭവം ചെയ്യാണ്. നമ്മളൊക്കെ എന്തായാലും പോയി കണ്ടിരിക്കും, അത് ഉറപ്പാണ് 4 പടം. പക്ഷെ എല്ലാവരും കാണൂല. എന്നിട്ട് നിങ്ങൾ കിടന്ന് കാര്യം ചെയ്യും, ആ പടം കാരണം എന്റെ പടം പോയത് പറഞ്ഞ് എന്തുവാണേ. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ വിത്ത് ബസൂക്ക. ഇനി അടുത്തത് ജിംഖാന രാത്രി കാണാൻ പോകുന്നുണ്ട്, അതിന്റെ കൂടി വീഡിയോ ഇടുന്നതായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതുക്കെ ആയിട്ട് കാണാം. ബൈ.